എക്സ്പ്രഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നവയുഗിൻ്റെ ക്യാമ്പിലോട്ടാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയത് PWD നിന്നാണ്. നമ്മൾ തൊട്ട് തലേ ദിവസം വന്ന് കിടന്നു. രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങി പോകുമെന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ ആഗ്രഹിച്ച ദിവസം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ വർഷത്തെ ക്യാമ്പാണ്. നമ്മൾ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ബാഗെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രജിസ്ട്രേഷന് സമയമായിട്ടുണ്ട്. അമ്മ അച്ഛനുമാണ് ഇപ്രാവശ്യത്തെ രജിസ്ട്രേഷൻ സെക്ഷനിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ID കാർഡൊക്കെ ഇട്ടതിന് ശേഷം ഹാളിലോട്ട് പോയി. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും ക്യാമ്പ് ആർപ്പ് വിളിച്ചാണ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ തുടങ്ങി കേട്ടോ. അങ്ങനെ ആർപ്പ് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡക്ഷൻ സാധാരണ രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു യൂട്യൂബറോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനം തിരഞ്ഞെടുത്ത് അതിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഇൻട്രൊഡക്ഷൻ നടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ എൻ്റെ പേര് ലിതിക. ഞാൻ കൊല്ലം കടയ്ക്കൽ നിന്നാണ് വരുന്നത്. എന്നെ എല്ലാവരും കാർട്ടൂൺ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളും എന്നെ കാർട്ടൂൺ തന്നെ വിളിക്കണം. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. വയലിൻ വായിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. ഒരു മൂവി ചെയ്തിട്ടുണ്ട്, സീരിയൽ ആൽബം, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉള്ളൊരു പോലീസ് ആൻറ്റിയുടെ മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. എന്തോ സൈബർ ക്രൈം അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഫാൻസി ഡ്രസ്സായിരുന്നു. അങ്ങനെ ഞാനൊരു മദർ തെരേസയുടെ ഡ്രസ്സായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് വിളംബരജാഥ ഉണ്ടായിരുന്നു 5 മണിക്ക്. അതിനെല്ലാം റെഡിയായിട്ട് നമ്മൾ പോവുകയാണേ. ആ ഒരു ഫാൻസി ഡ്രസ്സിൻ്റെ ഷോ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നേ. കുറച്ച് പേരെ ഇങ്ങനെ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. എഡിറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞാൻ ജോഷിയങ്കിളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. കുറച്ച് മുമ്പ് വിളംബരജാഥയ്ക്ക് പോകുന്നതായിരുന്നു കാണിച്ചത്. ഇപ്രാവശ്യം അതിന് റെഡിയായി നിൽക്കുവാണേ. അപ്പം നമ്മളെല്ലാവരും ഒരു 2 ലൈനായിട്ട് നിന്നു. അങ്ങനെ നമ്മൾ നവയുഗിന് അഭിവാദ്യങ്ങൾ വിളിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നവയുഗിലെ പ്രോഗ്രാംസിൻ്റെ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണേ. അങ്ങനെ സമ്മേളനമൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ ആ ഫാൻസി ഡ്രസ്സിൻ്റെ വശത്തിൽ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അക്ഷരനഗരിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയ മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് Day 2 ആണേ. അപ്പോൾ അവരെത്തി. നമുക്ക് ഇന്നത്തെ ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചേച്ചി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യുവാണേ. കുറച്ച് നേരം ചെയ്യും, വീണ്ടും ഞാൻ ഇങ്ങനെ നിൽക്കും, വീണ്ടും ചെയ്യും, ഞാൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. നമ്മളെക്കൊണ്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിച്ചായിരുന്നേ. മിററും പിന്നെ മനുഷ്യന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള കുറേ ആക്ടിവിറ്റിയും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൈ ഫ്രണ്ടിലോട്ടും ഒരു കൈ ബാക്കിലോട്ടും. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തേ ഇല്ല, പക്ഷെ കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ അവസാനം ആ ചേച്ചിയാണ് കേട്ടോ എനിക്ക് പിടിച്ചു വെച്ച് തന്നത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് എങ്ങനെയൊക്കെയോ ഇത്തിരി കിട്ടി കേട്ടോ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് മിറർ ആക്ടിവിറ്റിയാണേ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് റിഫ്ലക്ഷൻ അല്ലേ. അപ്പം ആദ്യം ഒരാൾ കണ്ണാടിയായിട്ട് നിൽക്കും, ഒരാൾ സംഭവങ്ങൾ കാണിച്ചു തരും. അങ്ങനെ നമ്മളിങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഒരാൾ കാണിക്കുന്നത് അടുത്ത ആൾ കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രാമയെക്കുറിച്ച് നല്ല അറിവുള്ളൊരു സാറാണ്, രാജാവാര്യർ സാറാണേ. രാജാവാര്യർ സാറ് ഡ്രാമയെക്കുറിച്ച് കുറേ നേരം പഠിപ്പിച്ച് അതുപോലെ നമ്മൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമൊക്കെ കളിപ്പിച്ചേ. അത് കഴിഞ്ഞ് അച്ഛനും അമ്മ അവിടെ നിന്ന് മുങ്ങി കേട്ടോ. സ്മാർട്ടിലോട്ടാണേ. അത് കഴിഞ്ഞ് ഇതാരുടെ പണിയാണെന്നറിയാമല്ലോ, അമ്മേരതാണേ. ഒരു വീട്ടിലേക്കുള്ള ചെടിയെല്ലാം ഒപ്പിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഫോക്കും ഭരതനാട്യമാണേ കളിക്കുന്നത്. ഇത് അമ്മയുടെ കൂട്ടുകാരി നീനാൻറ്റിയുടെ മോളാണേ. നീനാൻറ്റിയാണ് എനിക്ക് സാരിയൊക്കെ കൊടുത്തു തന്നത്. ആദ്യം ഭരതനാട്യം കളിച്ചു. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കളിച്ചു.
ഏകാംഗ നാടകമാണേ, കടലിനക്കരെ പോണവർ. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചേച്ചിയുടെ ഡാൻസും ഉണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല. ഇത്രയും ക്യാപ്പ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫോക്ക് കളിച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളുണ്ടായിരുന്നു. വെഞ്ഞാറമൂട് രംഗപ്രഭാതിലെ ചേട്ടന്മാരുടെ നാടകം ഉണ്ടായിരുന്നു. അവർ ഓരോ പാട്ട് പാടുമ്പോഴത്തേക്കും അതിൻ്റെ വരിക്കനുസരിച്ച് നമുക്ക് മുട്ടായി ആണെങ്കിൽ മുട്ടായി തന്നു, കടല തന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡേ 3 ആണ്. ഈ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ ഫേവറേറ്റ് കൃഷ്ണകുമാർ സാർ വന്നിട്ടുണ്ട്. പപ്പറ്റ് ഷോയും നമ്മളെ പപ്പറ്റ് ഉണ്ടാക്കാനായിട്ട് വെറൈറ്റി പപ്പറ്റുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാനും. ആദ്യം നമ്മളൊരു സർക്കിളിന് ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ കൈ വെച്ച് തന്നെ ഒരു പപ്പറ്റ് പോലെ അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ഇരുന്നേ. രണ്ടുപേര് വെച്ചിട്ടാണ് ഇരുന്നത്. അതിന് പേരെന്താണെന്നും എവിടെയാ സ്ഥലമെന്നും ഒക്കെ ചോദിച്ചു. അറിയാത്തവരിക്കാനാണ് പറഞ്ഞത്, പക്ഷെ നമ്മളെല്ലാവരും അറിയുന്നവർ തന്നെ കേട്ടോ ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വീണ്ടും മുങ്ങി. ഈ 2 പേരെ സ്മാർട്ടിൽ നിന്ന് പൊക്കിയതാണേ. അവർ മിക്ക ദിവസവും അവിടെ തന്നെ. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ പരാഗി പോയിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാവുന്ന കുറേ തുണിയുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അമ്മയും ഒരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ടല്ലേ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് അവരൊരു ജ്യൂസൊക്കെ കുടിച്ചു. എല്ലാം തിരിച്ചു മറിച്ചൊക്കെയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് അഞ്ചു ആൻറ്റിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആൻറ്റി ഇറക്കുന്ന എല്ലാ സ്റ്റോറിയും. അത് കഴിഞ്ഞ് നമ്മുടെ ദേവുവിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു വൈകിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ക്യാമ്പിൽ ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്ലൗൺ ഷോയാണ്. അടിപൊളിയായിരുന്നേ. നമ്മുടെ ജോഷിയങ്കിളിനെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. കുറേ ബോർഡും കാര്യങ്ങളും ഒരു വലിയ ബുക്കും ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ലൗൺ അങ്കിൾ ഒരു ജോഷിയങ്കിളായിട്ടാണ് അതിനകത്ത് ചെയ്യുന്നത്. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഓരോരുത്തരെയും പിടിച്ച് ഓരോ ക്യാരക്ടേഴ്സൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെയും പൊക്കി കേസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കും പണി കിട്ടി. അങ്ങനെ ഞാനും പതുക്കെ സ്റ്റേജിലോട്ട് കയറി. അത് ഓരോ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് ഓരോ ബോർഡ് തൂക്കി കൊടുക്കേ. അങ്ങനെ നമ്മൾ 2 പേരെയാണ് വിളിച്ചിരുന്നത് ആ സമയത്ത്. എനിക്കും ഇസയ്ക്കും കിട്ടിയത് ലവർ എന്ന് പറയുന്ന 2 ബോർഡായിരുന്നു. ചമ്മൽ സഹിക്കാൻ വയ്യാതെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു ചേച്ചി ആവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതേ ഇത് കുമാരനല്ലൂർ തന്നെയുള്ളൊരു സ്ട്രീറ്റ് ഫുഡ് കൊടുക്കുന്നൊരു കടയാണ്. ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിനിമയൊക്കെ കാണിച്ചു തന്നെ. നല്ല രസമുണ്ടായിരുന്നു. ഇറാൻ യുദ്ധത്തിന് മുമ്പുള്ള എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അതിനകത്ത്. അങ്ങനെ നമ്മൾ 10 വരെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഡേ 4 ആണ്. അങ്ങനെ രാവിലെ അച്ഛനും അമ്മയും വന്നു. സ്റ്റേജിൽ ജോസാറിൻ്റെ നാടകത്തിൻ്റെ ഫൈനൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേജിൻ്റെ പുറത്ത് രാജിയാൻ്റെ നമ്മളെ കൊണ്ട് എക്സർസൈസൊക്കെ ചെയ്യിക്കുവാണ് രാവിലെ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും യോഗയൊക്കെ ഉണ്ടെന്ന്, അതാണ് പറഞ്ഞത്. ഇപ്രാവശ്യം രാവിലെ തറയെടുത്ത് കിടത്തുകയൊക്കെ ചെയ്തു. പിന്നെ തല റൊട്ടേഷൻ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു സ്പെഷ്യൽ കാര്യമാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഇറക്കിയിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഉള്ളത്. അതിൻ്റെ ഒരു ഫുൾ ക്രൂ ആണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇത് സോമോങ്കളുടെ നാടകം ഉണ്ടായിരുന്നു വൈകിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന അലാവുദ്ദീനും അത്ഭുതവിളക്കും ജോസാറിൻ്റെ നാടകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നാടകത്തോട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉള്ളതല്ല. പക്ഷേ അത്രയും നല്ലതാണെന്ന് തോന്നുന്നു കുറേ നാടകം എനിക്കങ്ങനെ ഇഷ്ടപ്പെടും കേട്ടോ. അതിലൊന്ന് ഈ നാടകമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. എല്ലാവരും നന്നായിട്ട് ചെയ്തായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ ഈ നാടകം തന്നെ ഉണ്ടായിരുന്നു. ഈ അറബി സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഇത് കേൾപ്പിക്കാനായിട്ട് എടുത്തിട്ടത്. അത് കഴിഞ്ഞ് അവസാനം ജോഷിയെങ്കിലും ഈ പാട്ടിന് കളിച്ചായിരുന്നു. അപ്പോൾ ഇത് ഡേ 5 ആണ്. നമ്മുടെ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇത്തിരി സാഡാണ് കേസ്. രാവിലെ അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ചു. ഇത് നമ്മുടെ മെസ്സാണ്.
വെരി ക്ലീൻ ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റമാണ് ആ ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്ത ആ ഷോർട്ട് ഫിലിം കാണിക്കാനായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ കണക്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ഫോട്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ. ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നന്ദു അങ്കിളാണ്. അത് കഴിഞ്ഞ് ദൈവത്താങ്കുന്നിൻ്റെ പാട്ടും ട്രെയിലറും ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫാരോ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ലൊക്കേഷൻ നവൈക് ചിൽഡ്രൻസ് തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു തുടങ്ങുന്ന വശവും അതൊക്കെ ഇങ്ങനെയാണേ. ഡയറക്ടർ ലിപിക ജി ലിബിൻ. അത് കഴിഞ്ഞിട്ടൊരു മൈം ഉണ്ടായിരുന്നു. മൈം അടിപൊളിയായിരുന്നേ. ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു തീം. അത് കഴിഞ്ഞിട്ട് സമാപന സമ്മേളനം നടക്കുമായിരുന്നു. അതെ, ഇതാണ് നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു ഫുൾ ക്രൂ. വലിയ ഡയറക്ടറായ ജോഷിയെങ്കിലും ഒരു കുഞ്ഞ് ഡയറക്ടറായ ഞാനും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞാൻ നന്ദുങ്കളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. നന്ദുങ്കളാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തത്. അപ്പം ആ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം കൊണ്ട് നമ്മൾ കിട്ടിയ എല്ലാവരുടെ കൂടെയും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. 3 പേരങ്ങനെ, ഒറ്റ ആളങ്ങനെ കുറേ പേരുടെ നിന്ന് ഫോട്ടോ എടുത്തു. അവിടുത്തെ സീനിയർ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നേ. ഇത് എഡിറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് രാജി മുട്ടായി തരുവാണ്. എന്തിനാണെന്നൊന്നും അറിഞ്ഞില്ല. നമ്മൾ മുട്ടായിയൊക്കെ മേടിച്ച് പതുക്കെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് രാജി ആൻറ്റിയുടെ കാരണം ചോദിച്ചത്. അപ്പോൾ ഗ്ലോറി ആൻറ്റി നമുക്ക് കുട്ടിയൊക്കെ വേണ്ടി ആ ഒരു മുട്ടായി തന്നെയാണ്. അത് കഴിഞ്ഞ് ബിങ്കോയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ സ്മാർട്ട് കയറി. ഇപ്രാവശ്യം കറങ്ങാൻ കയറിയതല്ല, വിഷുക്കണിയിൽ വെക്കാനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കാനായിട്ട് കയറിയാണേ. അത് കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ സാധനമാണ്, എന്ത് ബൂസ്റ്റ് മിൽക്ക്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ 6:20 ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോം ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.